പൊതുമേഖലാ സ്ഥാപനമായ കേരള അഗ്രോ മിഷനറി കോർപ്പറേഷനിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് വിവരാവകാശ രേഖ ജനം ടിവിക്ക്. കാംകോയിൽ നിയമനം നടത്തുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രം. റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ താൽക്കാലിക നിയമനം പാടില്ലെന്ന ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ ഉത്തരവിന്റെ ലംഘനമാണ് നടത്തുന്നത്. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, കാംകോയിലാണ് ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ വലിയ രീതിയിൽ തന്നെ നടക്കുന്നത്. കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ് കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ. ഈ സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ സ്ഥാപനത്തിൽ ഈ രീതിയിലുള്ള അനധികൃതമായ നിയമനങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റ് പോലും പരിഗണിക്കാതെയാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തുന്നത് എന്നാണ് നമുക്ക് വിവരാവകാശ രേഖ വഴി ലഭിച്ച വിവരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായി ഭരണ പരിഷ്കാര വകുപ്പിന്റെ ഉത്തരവിന്റെ ലംഘനം കൂടിയാണ്. കാരണം ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്താൻ പാടില്ലെന്ന കൃത്യമായ നിർദ്ദേശം ഉണ്ട്. കൃത്യമായി തന്നെ അത്തരത്തിലുള്ള ഉത്തരവുണ്ട്. ഈ ഉത്തരവിന്റെ ലംഘനം കൂടിയാണ് ഇപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഈ രീതിയിൽ നിയമനം നടത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 2023 ഓഗസ്റ്റിലാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു നിയമനവും ഇത്തരത്തിലുള്ള റാങ്ക് ലിസ്റ്റ് വഴിയുള്ള ഒരു നിയമനവും ഇവിടെ നടത്തിയിട്ടില്ല. മാത്രമല്ല, ഓരോ വർഷങ്ങളിലും കഴിഞ്ഞ 3 വർഷങ്ങളായി ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ മാത്രമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2021 അവസാനമായി ഇവിടെയുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2019 ഇത് PSCU വഴിയുള്ള വിജ്ഞാപനം അവസാനമായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കൃത്യമായി പിൻവാതിൽ നിയമനങ്ങൾ ഇവിടെ നടക്കുന്നു. സ്വജന പക്ഷപാതം വലിയ രീതിയിൽ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട് എന്ന് വിവരാവകാശ രേഖയിലൂടെ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് കൃത്യമായി തന്നെ ഭരണ വകുപ്പിന്റെയും ഭരണാധികാരികളുടെയും കൃത്യമായൊരു സപ്പോർട്ടുണ്ട്, ഭരണത്തിലിരിക്കുന്ന പാർട്ടികളുടെ സപ്പോർട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അത്തരത്തിലുള്ള നിയമനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരാവകാശ രേഖയിലടക്കം അത് കൃത്യമായി തന്നെ നമുക്ക് വെളിവാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വജന പക്ഷപാതം വലിയ രീതിയിൽ ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടക്കുന്നു. അതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണം കൂടിയാണ് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന കാംകോ എന്ന സ്ഥാപനത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ഈ വിവരങ്ങൾ. എന്തായാലും കാംകോ നിലവിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ണൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കാര്യമായ ഉൽപാദനം ഒന്നും ഇല്ല എന്നുള്ള വിവരവും നമുക്ക് വിവരാവകാശ രേഖയിലൂടെ വ്യക്തമാകുന്നുണ്ട്. രോഹിണി. ശരി ശിവദാസ്, പൊതുമേഖലാ സ്ഥാപനമായ കേരള അഗ്രോ മിഷനറി കോർപ്പറേഷനിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന വിവരാവകാശ രേഖ ജനം ടിവിക്ക് ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.